ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദാലിൻ്റെ റെസിപ്പിയാണ്. ദാലെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വളരെ നല്ലതാണ്, ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റൈറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ദാൽ ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് തൂർ ദാലാണ്, അതായത് തുവരപ്പരിപ്പ്. നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന തുവരപ്പരിപ്പ്, അത് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമ്മൾ കഴുകണം. ആദ്യം ഒരു 2-3 വെള്ളത്തിൽ കഴുകിയ ശേഷം ഏതാണ്ട് 1-1.5 മണിക്കൂറോളം നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ ദാൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് ഇതുപോലെ സോക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പല ആൻറ്റി ന്യൂട്രിയൻസും മാറുകയും നമ്മുടെ ബോഡിക്ക് ഇതിലുള്ള ന്യൂട്രിയൻസ് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാനും പറ്റുമെന്നാണ് പറയുന്നത്. മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടുകയും ചെയ്യും. നമ്മൾ ഇതിനു മുൻപ് ദാൽ റൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ദാൽ റൈസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടാവും, താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇത് ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചാണ്. മിനിമം ഒരു ½ ആൻ അവറെങ്കിലും സോക്ക് ചെയ്യുന്നത് നന്നാവും. അത് കഴിഞ്ഞ് ഈ സോക്ക് ചെയ്ത വെള്ളം ഞാൻ ഡ്രെയിൻ ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഈ സോക്ക് ചെയ്ത ദാല് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ടിട്ട് ഏതാണ്ട് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ട് 3-4 വിസിലോളം ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മാഷായി കുക്കായി കിട്ടണം. ഇനി നമുക്കിതൊന്ന് കടുവറുത്ത് എടുക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു വലിയ ഇഞ്ചി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി വേണ്ടത് 2 കൈപ്പിടി അളവ് പാലക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പാലക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചച്ചീര ഉപയോഗിച്ചും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനിത് എപ്പോഴും നമ്മുടെ പാലക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പാലക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ബാൽക്കണിയിലുണ്ടായ പാലക്കാണ്. എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പാലക്ക് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നതെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബാൽക്കണിയും ഒരു ഗ്രോ ബാഗും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 2 ഹാൻഡ്ഫുള്ളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു കടായി അടുപ്പത്തോട്ട് വെക്കാം. എന്നിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ദാലിൽ വരുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 പച്ചമുളക് നെടുകെ കീറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ചില്ലിയുടെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കുട്ടികൾക്ക് ചിലപ്പോൾ എരിവൊട്ടും തന്നെ ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രീൻ ചില്ലി എടുക്കുക. നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കുക. പിന്നെ ചേർക്കുന്നത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം.
അതായത് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കായം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാലക്ക് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. പാലക്ക് വെന്ത് വരണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച ദാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ സ്പൈസ് നോക്കുക. ഇനിയും സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരുടെ പോർഷൻ മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളതിലോട്ട് ഈ പെപ്പർ പൗഡർ ചേർത്താലും മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 1 or 2 minutes ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് ദാൽ തയ്യാറായിട്ടുണ്ട്. ദാൽ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ഓരോ ദാൽ റെസിപ്പിയായിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചോറെടുത്ത ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ദാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മാഷ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് ദാൽ റൈസാണ്. മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.